നമസ്കാരം. ശ്രീ പദ്ധതിയുടെ പേരിൽ ഇടതുമുന്നണിയിൽ CPMും CPIയും തമ്മിലുള്ള ഭിന്നത ദിവസം ചെല്ലുന്തോറും രൂക്ഷമായി വരുന്ന സാഹചര്യത്തിലും ഇവിടെ ഉയരുന്ന ഒരു ചോദ്യം, ഇന്നലെ വരെ കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ വിദ്യാഭ്യാസ നയത്തെ എതിർത്തിരുന്ന CPM എന്തുകൊണ്ടാണ് പെട്ടെന്ന് യൂട്ടേൺ എടുത്ത് ഈ പദ്ധതിയെ അംഗീകരിക്കുകയും അതിൽ ചേരുകയും ചെയ്തത് എന്നുള്ളതാണ്. 2020 ദേശീയ വിദ്യാഭ്യാസ നയം നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നത്. വിദ്യാഭ്യാസ മേഖലയിലെ സമഗ്രമായ രീതിയിലുള്ള പരിഷ്കാരങ്ങൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടാണ് ഈ പദ്ധതി അവർ വിഭാവനം ചെയ്യുന്നത്. ഈ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ശ്രീ പദ്ധതി. പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ എന്നാണ് ഈ ശ്രീ പദ്ധതിയുടെ മുഴുവൻ പേര്. ഈ പദ്ധതിയെ ആദ്യം മുതൽ തന്നെ CPM എതിർക്കുകയായിരുന്നു. ദേശീയ വിദ്യാഭ്യാസ നയത്തെ തന്നെ അന്ന് നയം പ്രഖ്യാപിച്ച കാലഘട്ടത്തിൽ തന്നെ അതിന് ബദൽ നയവുമായൊക്കെ തന്നെ CPI രംഗത്തെത്തിയിരുന്നു. കൂടാതെ മധുരയിൽ നടന്ന കഴിഞ്ഞ CPM പാർട്ടി കോൺഗ്രസിലും ഈ നയത്തെ ഒരു കാരണവശാലും തങ്ങൾ അംഗീകരിക്കുകയില്ല എന്നവർ പ്രഖ്യാപിക്കുകയായിരുന്നു. ദേശീയ വിദ്യാഭ്യാസ നയം BJP കൊണ്ടുവന്നത് അവരുടെ സംഘപരിവാർ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനും പുതിയ തലമുറയെ അന്ധവിശ്വാസങ്ങളും നിലവിലുള്ള പല ധാരണകളും മാറ്റിമറിക്കാനുമൊക്കെ വേണ്ടി തെറ്റിദ്ധരിപ്പിക്കാനുമൊക്കെ വേണ്ടി ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ് ഇതെന്നാണ് അവർ അന്ന് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇത് കേരളത്തിൽ നടപ്പാക്കുകയില്ല എന്നാണ് അന്ന് CPM പ്രഖ്യാപിച്ചിരുന്നത്. ഒപ്പം തമിഴ്നാടും പശ്ചിമ ബംഗാളും എല്ലാം ഇക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. എന്നാൽ വളരെ പെട്ടെന്നാണ് ഇപ്പോൾ CPM നിലപാട് മാറ്റിയത്. ഞങ്ങളുടെ നിലപാടങ്ങ് മാറ്റി എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞത്. ഏതടിസ്ഥാനത്തിൽ എന്ന് മാത്രം അദ്ദേഹം വിശദീകരിച്ചില്ല. ഒരുപക്ഷെ നേരത്തെ പലപ്പോഴും സംഭവിച്ചിട്ടുള്ളതുപോലെ കാലം മാറുന്നതനുസരിച്ച് ഞങ്ങൾ ഒരുപാട് പരിഷ്കാരങ്ങൾക്ക് ഞങ്ങൾ നേരത്തെ എതിർത്തിരുന്ന കാര്യങ്ങൾ പിന്നീട് അംഗീകരിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ള ഒരു തൊടുന്യായമായിരിക്കാം അദ്ദേഹം ഇതിലൂടെ ഉദ്ദേശിച്ചത്. കാലം മാറുകയാണല്ലോ, അതിനനുസരിച്ച് CPM മാറണമല്ലോ. അപ്പോൾ അതുപോലെ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അതുകൊണ്ടുണ്ടാകുന്ന ഗുണം വെറുതെ കളയേണ്ടതില്ല. എന്തിനാണ് കിട്ടുന്ന പൈസ 1500 കോടി രൂപ വെറുതെ കളയുന്നത് എന്നാണ് മന്ത്രിയുടെ സ്വാഭാവികമായ ഒരു ചോദ്യവും. ഈ ചിന്ത എന്തുകൊണ്ട് നേരത്തെ ഉണ്ടായില്ല എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും. വർഷങ്ങളായി നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ മേഖലയിൽ നിരവധി പ്രശ്നങ്ങളുണ്ട്. പലപ്പോഴും സർക്കാർ സ്കൂളുകളുടെ പ്രവർത്തനത്തെയും അവരുടെ പരിഷ്കരണത്തെയൊക്കെ തന്നെ ബാധിക്കുന്നത് സാമ്പത്തിക പ്രശ്നങ്ങൾ തന്നെയാണ്. നിലവിൽ ലോക്സഭാംഗങ്ങളും നിയമസഭാംഗങ്ങളും ഒക്കെ നൽകുന്ന പണം ഉപയോഗിച്ചുകൊണ്ടാണ് പലപ്പോഴും സ്കൂൾ കെട്ടിടങ്ങളും മറ്റുമൊക്കെ തന്നെ നിർമ്മിക്കുന്നത്. എന്നാൽ ഈ ഒരു പദ്ധതി വരികയാണെങ്കിൽ ഓരോ സ്കൂളിനും 1 കോടി രൂപയിലധികമാണ് കിട്ടുന്നത്. ഇവിടെ ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ CPMന് ആശയക്കുഴപ്പമുണ്ടായ ഒരു കാരണം ഈ സ്കൂളുകളിലൊക്കെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂടെ ചിത്രം ബോർഡിനൊപ്പം വയ്ക്കണം എന്നുള്ളതായിരുന്നു. ശ്രീ എന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രിയുടെ കാര്യം പറയുമ്പോൾ പ്രധാനമന്ത്രിയുടെ ചിത്രം അവിടെ വയ്ക്കണമല്ലോ. അത് ഇവർക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത ഒന്നായി മാറിയിരുന്നിരിക്കാം. എന്നാൽ ഇപ്പോൾ മറ്റൊരു പുതിയ സാഹചര്യം കൂടെ ഉണ്ടായിരിക്കുകയാണ്. ഈ 1500 കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. നമുക്കറിയാം, നമ്മുടെ കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെ ഇപ്പോൾ എല്ലാ വകുപ്പുകളിലും പണമില്ല. അതുപോലെ ക്ഷേമ പെൻഷനുകൾ കൊടുത്തു തീർക്കാനുണ്ട്. വിരമിച്ച ജീവനക്കാർക്ക് പല വകുപ്പുകളിലും ആനുകൂല്യങ്ങൾ നൽകിയിട്ടില്ല, വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകിയിട്ടില്ല തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ അവശേഷിക്കുന്നുണ്ട്. ഈ 1500 കോടി രൂപ കിട്ടിയാൽ ഇവർക്ക് വേണമെങ്കിൽ ഇതെടുത്ത് സുഖമായി വകമാറ്റി ചെലവഴിച്ച് ഈ തങ്ങളുടെ അടുത്ത തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള പല പരിപാടികളും യാഥാർത്ഥ്യമാക്കണമെങ്കിൽ അതിന് കാശ് വേണം. അതിനുവേണ്ടി തന്നെ ആയിരിക്കാം ഒരുപക്ഷെ പെട്ടെന്ന് ഇവർ ഇതിന് തയ്യാറായത് എന്ന് വേണം കരുതാൻ. മാത്രമല്ല CPM BJPയും തമ്മിലുണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു അന്തർധാരയൊക്കെ തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയുമില്ല. മാത്രമല്ല ഇപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് തന്നെ പറയുന്നത് ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടുള്ള പരിഷ്കാരങ്ങളെല്ലാം തന്നെ അതിന് നിർദ്ദേശങ്ങളെല്ലാം തന്നെ സംസ്ഥാനങ്ങൾ നടപ്പിലാക്കണമെന്ന് നിർബന്ധമില്ല എന്നാണ്. അവർക്ക് വേണമെങ്കിൽ അത് മാറ്റി വേറെ അവരുടേതായ സിലബസുമായി മുന്നോട്ട് പോകാനുള്ള അവകാശമുണ്ട് എന്നാണ്. എന്നാൽ ഇക്കാര്യം നേരത്തെ വെളിപ്പെടുത്തിയിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അന്നൊക്കെ തന്നെ എല്ലാവരും പറഞ്ഞ് കേന്ദ്രം നടപ്പിലാക്കുന്ന കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ എല്ലാം അക്ഷരം പ്രതി നടപ്പിലാക്കണം എന്നായിരുന്നു ആദ്യം ഇതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ നമ്മളെല്ലാം മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പലപ്പോഴും ഇതിനെതിരെ പ്രതിഷേധമൊക്കെ ഉയർന്നത്. ഇപ്പോൾ ഏതായാലും CPMനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇമേജ് ഒരുപാട് കാര്യങ്ങൾ കളഞ്ഞു വിളിച്ച് നിൽക്കുന്നൊരു സമയമാണ്. ശബരിമലയിലെ സ്വർണ്ണ അപഹരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ നാണം കെട്ട് നിൽക്കുന്നത്. CPMനെ സംബന്ധിച്ചിടത്തോളം അടുത്ത തിരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഇനി പടിവാതിൽക്കൽ എത്തുകയും ചെയ്തു. അതിനു മുമ്പ് പരമാവധി ആനുകൂല്യങ്ങൾ നൽകി നേരത്തെ കിറ്റ് കൊടുത്ത് ജനങ്ങളെ കൂടെ നിർത്തിയിരുന്നത് പോലെ വീണ്ടും ആളുകളുടെ വോട്ട് നേടാൻ വേണ്ടി ഈ പണം ഉപയോഗിക്കാൻ തന്നെയാണ് സാധ്യത. ഇത് എത്രത്തോളം ഈ കേന്ദ്ര സർക്കാർ നൽകുന്ന പണം സ്കൂളുകളിലേക്ക് അനുവദിക്കപ്പെടും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. CPMനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ കണ്ടതുപോലെ നിലപാട് മാറ്റുന്ന ഒരു രീതിയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി തന്നെ കണ്ടുവരുന്നത്. ആദ്യകാലങ്ങളിൽ തങ്ങൾ എതിർത്തിരുന്ന പദ്ധതികളൊക്കെ തന്നെ പിന്നീട് അധികാരം കിട്ടുമ്പോൾ നടപ്പിലാക്കുന്നതാണ് ഇവരുടെ ഒരു സ്ഥിരം രീതി. ഇപ്പോൾ മന്ത്രി V. ശിവൻകുട്ടിയെ AVP നേതാക്കൾ കണ്ട് അഭിനന്ദിക്കാൻ അവസരം ചോദിച്ചപ്പോൾ പോലും അദ്ദേഹം നിഷേധിച്ചില്ല. അവരെ വളരെ ആഹ്ലാദപൂർവ്വം വീട്ടിൽ വിളിച്ചിരുത്തി അവരുടെ നിർദ്ദേശങ്ങളൊക്കെ തന്നെ സ്വീകരിക്കുന്നതൊക്കെ നമ്മൾ കാണുകയും ചെയ്തതാണ്.
കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എന്ത് വില കൊടുത്തും മൂന്നാം ഭരണം അവർക്ക് നിലനിർത്തണം, അതിനുവേണ്ടി എന്തും ചെയ്യാൻ മടിക്കേണ്ടതില്ല എന്നുള്ളതിൻ്റെ വളരെ പ്രകടമായ ഒരു തെളിവ് തന്നെയാണ് ഈ പദ്ധതിയിൽ ചേരാൻ അങ്ങോട്ട് തീരുമാനം അറിയിച്ചത്. ഇന്നലെ വരെ CPM-നൊപ്പം നിന്ന DMK-യും ഇപ്പോഴും CPM-ൻ്റെ എതിരാളികളായ ഇന്ത്യ മുന്നണിയിൽ തന്നെ പെട്ട തൃണമൂൽ കോൺഗ്രസുമെല്ലാം ഒരു കാരണവശാലും തങ്ങൾ ഈ നയം നടപ്പിലാക്കിയില്ല എന്ന നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുമ്പോൾ CPM നിലപാടൊന്നും മാറ്റിയത് തങ്ങളുടെ ഭാവിയെ കരുതി തന്നെയാണ് എന്നുള്ളത് ഉറപ്പാണ്. ദേശീയ വിദ്യാഭ്യാസ നയത്തെ ഇത്രയും നാൾ എതിർത്തിരുന്നതിൽ കാര്യമില്ല എന്നുള്ള വാസ്തവം ഇവർ മനസ്സിലാക്കിയിരിക്കുന്നു. കാരണം ഓരോ സ്കൂളിനും വലിയ തോതിലുള്ള വികസനമാണ് ഇതിലൂടെ ഉറപ്പാക്കാൻ കഴിയുന്നത്. നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ കഴിയുന്ന പരിഷ്കാരങ്ങളാണ് ഈ പദ്ധതിയിൽ ഉദ്ദേശിക്കുന്നത്. സംസ്ഥാനത്തിന് തന്നെ അവർക്കിഷ്ടമുള്ള പദ്ധതികളിലൂടെ നടപ്പിലാക്കാം. ആവശ്യത്തിന് പൈസ കേന്ദ്ര സർക്കാർ അനുവദിക്കുകയും ചെയ്യും എന്ന് പറയുന്നത്, ഇത് നിഷേധിക്കുന്നത് ഒരുപക്ഷെ ഭാവിയിൽ ജനങ്ങളുടെ മുന്നിൽ പോലും ഞങ്ങൾ മോശക്കാരായി മാറുമോ, ഇത് BJP ഫലപ്രദമായി ഉപയോഗിക്കുമോ എന്നുള്ള സംശയങ്ങളുമൊക്കെ തന്നെ CPM നേതൃത്വത്തിനുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും CPM-ൻ്റെ പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച നയരേഖയിൽ പോലും നിഷേധിച്ചിട്ടുള്ള ഒരു കാര്യം രണ്ട് കൈ നീട്ടി സ്വീകരിക്കാൻ കേരള സർക്കാർ തയ്യാറായത് അത്ര നല്ല ഉദ്ദേശശുദ്ധിയോടെ അല്ല എന്നുള്ളത് 100% ഉറപ്പാണ്.